പൊതുമേഖലാ സ്ഥാപനമായ ട്രാക്കോ കേബിളിലെ ജീവനക്കാരൻ പി ഉണ്ണി ഇന്നലെ ജീവനൊടുക്കിയത് നമ്മളെ ആകെ വേദനിപ്പിച്ചിരുന്നു. ഈ വാർത്തയിൽ ഇപ്പോൾ പ്രതിഷേധം ശക്തമാണ്. കാക്കനാട് സ്വദേശി ഉണ്ണി 11 മാസമായി ശമ്പളം കിട്ടാത്തതിനെ തുടർന്നുള്ള മനോവിഷമം മൂലം ജീവനൊടുക്കി എന്നാണ് സഹപ്രവർത്തകർ ആരോപിക്കുന്നത്. ട്രാക്കോ കേബിൾസിൽ ശമ്പളം മുടങ്ങിയിട്ട് കുറേ കാലമായി. ഈ കുടിശ്ശിക കൊടുത്തു തീർക്കണം, ട്രാക്കോ കേബിൾസിന്റെ ഭൂമി ഇൻഫോ പാർക്കിന് കൊടുക്കുന്നതിന് മുമ്പ് എന്നതായിരുന്നു പാക്കേജ്. പക്ഷേ ആ പാക്കേജ് നടപ്പിലായില്ല. ഒടുവിൽ ഉണ്ണിയുടെ മകളുടെ വിവാഹത്തിനായുള്ള പണം കണ്ടെത്താനാകാതെ ഉണ്ണി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഉണ്ണിയുടെ മരണത്തോടെ സമരം ശക്തമാക്കാനാണ് ജീവനക്കാരുടെ തീരുമാനം. ഉണ്ണിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. വിവരങ്ങളുമായി സേഫ് ന്യൂസ് അലിയാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ട്രാക്കോ കേബിൾ ഓഫീസിന് മുന്നിലാണ് നമ്മുടെ സേഫ് ന്യൂസ് ഉള്ളത്. സേഫ് ന്യൂസ്, നേരത്തെ പി രാജീവുമായിട്ട് ഇവരൊരു ചർച്ച നടത്തിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്നൊരു പാക്കേജ് ഈ ട്രാക്കോ കേബിൾസ് പ്രഖ്യാപിച്ചിരുന്നു അത്രേ. ഈ ഇൻഫോ പാർക്കിന് ഭൂമി കൈമാറുന്നതിന് മുൻപ് ഇവർക്കുള്ള ശമ്പള കുടിശ്ശിക മുഴുവൻ നൽകാം എന്നതായിരുന്നു ധാരണ. എത്ര മാസമായിട്ട് ഈ ട്രാക്കോ കേബിൾസിൽ ശമ്പളം മുടങ്ങുന്നു? ഉണ്ണിയെപ്പോലെ ജീവിതത്തിൽ സാമ്പത്തിക പരാധീനതയിൽപ്പെട്ട് നിൽക്കുന്ന ഒട്ടേറെ മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? എന്താണ് അവിടുത്തെ തൊഴിലാളികൾ നമ്മളോട് പറയുന്നത്? സേഫ് ന്യൂസ് ആലിയ. അരുൺകുമാർ, വളരെ ദയനീയമായ അവസ്ഥയാണ് ഈ ട്രാക്കോ കേബിൾ ജീവനക്കാരുടേത്. ഈ പി ഉണ്ണിയുടെ മരണത്തോടുകൂടി ഇവരുടെ പ്രതിഷേധം കടുപ്പിക്കാനാണ് ജീവനക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കാക്കനാട് സ്വദേശിയായ ഉണ്ണി ഇന്നലെയാണ് വീട്ടിൽ ആത്മഹത്യ ചെയ്തത്. ഇന്ന് ഉണ്ണിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. ഇൻക്വസ്റ്റ് നടപടികൾക്കായി അല്പസമയത്തിനകം തന്നെ പോലീസ് വീട്ടിലേക്ക് എത്തുകയും ചെയ്യും. ഞാനിപ്പോൾ ഉള്ളത് ട്രാക്കോ കേബിൾ കമ്പനിയിലാണുള്ളത്. ഇവിടെ ജീവനക്കാർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അവരുടെ പ്രതികരണം നമുക്ക് ആദ്യം കേൾക്കാം. മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. 3 യൂണിറ്റിൽ ഇരുമ്പന യൂണിറ്റ് ക്ലോസ് ചെയ്തിട്ട് ആ ലാൻഡ് വേറെന്തെങ്കിലും ഉപയോഗിച്ച് ആ പൈസ നിങ്ങൾക്ക് തന്ന് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള നല്ലൊരു പാക്കേജ് പ്രഖ്യാപിക്കാമെന്ന് ഞങ്ങൾക്ക് വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ ട്രേഡ് യൂണിയൻസിൻ്റെ ഇതിലൊരു മീറ്റിങ്ങിൽ തീരുമാനിച്ച കാര്യമാണ്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് 4 മാസത്തോളം ആയി ഇപ്പം ഇങ്ങോട്ടേക്ക് ഒരു കാര്യവും അതിൻ്റെ ഇതിലേക്ക് നടക്കുന്നില്ല. ഈ ഇൻഫോ പാർക്ക് ഏറ്റെടുക്കുമെന്നും പറഞ്ഞിട്ട് വലിയ വാർത്തകൾ വന്നു. ഇൻഫോ പാർക്ക് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞങ്ങൾ വീണ്ടും ഈ മിനിസ്റ്റർ തലത്തിലും നമ്മുടെ MD തലത്തിലൊക്കെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ അത് പാക്കേജിൻ്റെ കാര്യമൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ആദ്യം ഈ സ്ഥലത്തിൻ്റെ കാര്യം തീരുമാനിക്കട്ടെ എന്നുള്ള ഒരു ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നാണ് അന്ന് മിനിസ്റ്ററുടെ അടുത്ത് പറഞ്ഞിരുന്നത്. ആ കാര്യങ്ങളത്തെക്കുറിച്ചിട്ട് ഒന്നും പറയുന്നില്ല. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ അന്ന് ഞങ്ങളവിടെ പറഞ്ഞു, ഞങ്ങളുടെ തൊഴിലാളികൾ സാമ്പത്തികമായി ഒരുപാട് പ്രയാസത്തിലാണ്. പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നില്ല. PF നിന്ന് ഒരു പൈസ കിട്ടുന്ന 2.5 വർഷമായിട്ട് PF പൈസ അടയ്ക്കുന്നില്ല. അപ്പോൾ ഇത്തരം വിഷയങ്ങളുള്ളതുകൊണ്ട് എല്ലാ ആളുകളും മാനസികമായിട്ടും ആകെ പ്രയാസത്തിലാണ്. ഇനിയിപ്പോൾ ഇവിടുന്നുള്ള മിക്കവാറും ഇപ്പോൾ ട്രാക്കോ കേബിളിലുള്ള ജീവനക്കാരിൽ എനിക്ക് തോന്നുന്നു ഒരു 90% ആളുകളും ഒരു 2 വർഷം 2.5 വർഷം 3 വർഷത്തിനിടയിൽ റിട്ടയർഡ് ചെയ്ത് പോകുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു മാനസിക പ്രയാസങ്ങൾ നിസ്സാരമല്ല. ഇതുപോലെ തന്നെ ഈ ചിന്താഗതിയിൽ നടക്കുന്ന പല ആളുകളും ഇന്ന് ഈ കമ്പനിയിലുണ്ട്. അപ്പോൾ അതുമാത്രം നമ്മൾ ഇത് മന്ത്രിയുടെ അടുത്ത് വരെ പറഞ്ഞതാണ്, ഇങ്ങനത്തെ പ്രയാസങ്ങൾ ഇതിൻ്റെ മുമ്പിൽ വരാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ ഈ കമ്പനിയിൽ തന്നെ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത ആളുകളുണ്ട്, അതുവരെ ഉണ്ടായിട്ടുണ്ട്. അതുപോലും പറഞ്ഞിട്ട് ഇവരുടെ ഭാഗത്തുനിന്ന് ഒരുവിധ സഹകരണങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഇതൊന്നും അവർ ചെയ്യാൻ തയ്യാറല്ല. ഒരു ധിക്കാരപരമായ നിലയിലാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇത്തരം കാര്യങ്ങളിൽ വരുന്നത്. തൊഴിലാളികളുമായിട്ട് സഹകരിച്ച് പോകാനായിട്ട് ഇവർ ഒരു വിധത്തിലും തയ്യാറല്ല. ഞങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന ഈ ഓർഡർ 152 കോടി രൂപയുടെ ഓർഡർ KSEB ഞങ്ങൾക്ക് തന്നതാണ്. അതിലാകെ 20 കോടി രൂപയുടെ ഓർഡറാണ് ഞങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബാലൻസ് ഓർഡർ കൊടുക്കാത്തതുകൊണ്ട് അവർ ഞങ്ങളെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തി. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു വർക്കുമില്ല, ഒന്നുമില്ലാതെ ഞങ്ങളിവിടെ രാവിലെ വരിക, വൈകുന്നേരത്ത് പോവുക. ക്യാൻറ്റീൻ പോലും ഇല്ല. ക്യാൻറ്റീൻ ഉണ്ടായിരുന്ന ക്യാൻറ്റീൻ പൂട്ടി, ബസ് സൗകര്യം ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. ഇപ്പം ഞങ്ങൾ ഒരു ദിവസം ഇവിടെ നിന്ന് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വന്ന് പോകണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 500 രൂപ തന്നെ ഒരാൾക്ക് വേണം. വന്നില്ല എന്നുണ്ടെങ്കിൽ ആബ്സെൻ്റായി കിടക്കും. എന്തെങ്കിലും ഈ കാശ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും വന്നു പോകുന്നത്. ഇപ്പം നിലവിൽ പല ആളുകളും ഈ പറഞ്ഞ ഉണ്ണിയുടെ ചിന്താഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെങ്കിലും ഇനിയെങ്കിലും ഈ സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ ഒരു അനുഭാവപൂർവമായ തീരുമാനത്തിലേക്ക് എത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് അരുൺകുമാർ, വളരെ ബുദ്ധിമുട്ടിലാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് ഈ ജീവനക്കാർ പറയുന്നത്. അതായത് ഈ KSEBയുടെ അടക്കം കേബിളുകൾ സ്വകാര്യ മേഖലയിലുള്ള കേബിൾ സ്ഥാപനങ്ങളെക്കാൾ കൂടുതൽ നേരത്തെ ഇടപാടുകൾ നടത്തുകയും വലിയ രീതിയിൽ വളർച്ച ഉണ്ടാവുകയും ചെയ്തിരുന്ന ഒരു കമ്പനിയാണ് ഈ ട്രാക്കോ കേബിൾസ്. പക്ഷേ നിലവിൽ ഇത് വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. 2.5 വർഷമായി കൃത്യമായി ശമ്പളം കിട്ടുന്നില്ല. 11 മാസമായി ഒരു ശമ്പളവും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് ഇവർ എത്തി നിൽക്കുകയാണ്. ഈ പി ഉണ്ണിയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ
കഴിഞ്ഞ മാസം മകളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. മകൾ ഇന്ന് രാത്രി UK-യിൽ നിന്ന് നാട്ടിലേക്ക് എത്തും. അച്ഛന്റെ മരണവാർത്ത അറിഞ്ഞ് മകളുടെ വിവാഹ ആവശ്യങ്ങൾക്കായി പണം കണ്ടെത്താൻ യാതൊരു നിവൃത്തിയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഉണ്ണിയും കുടുംബവും എത്തിയിരിക്കുന്നു. ഭാര്യയും 2 മക്കളുമാണുള്ളത്. +2 വിദ്യാർത്ഥിയാണ് ഏക മകൻ. മകൾ UK-യിലാണ്. ഈ മകൻ ഇന്നലെ സ്കൂൾ വിട്ട് വന്നപ്പോഴാണ് പി ഉണ്ണി ആത്മഹത്യ ചെയ്ത നിലയിൽ വീട്ടിൽ കണ്ടെത്തുന്നത്. പിന്നീട് മൃതദേഹം തൃക്കാക്കര സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. അല്പസമയത്തിനകം തന്നെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റും. സമയത്തിന് ശേഷം നമ്മൾ മന്ത്രി പി രാജീവിന്റെ പ്രതികരണം കൂടി ഇക്കാര്യത്തിൽ തേടുന്നുണ്ട്. കാരണം ഈ ട്രാക്കോ കേബിളിന്റെ ഇത്ര കാലമായുള്ള പ്രശ്നങ്ങളിൽ പലപ്പോഴായി മന്ത്രി ഇടപെട്ടിരുന്നു. പക്ഷേ കൃത്യമായ ഒരു തീരുമാനവും ഉണ്ടായില്ല. തങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാടും മന്ത്രിയുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടായില്ല എന്നൊരു വിഷമം ഇപ്പോൾ ജീവനക്കാർ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ നമുക്ക് മന്ത്രിയുടെ പ്രതികരണം കൂടി തേടേണ്ടതുണ്ട്. മന്ത്രിക്ക് ഇവിടെ കൊച്ചിയിൽ നിന്ന് പരിപാടിയുണ്ട്. നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടുക തന്നെ ചെയ്യും. നമ്മൾ അദ്ദേഹത്തെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചു സൈഫു, പക്ഷേ അദ്ദേഹത്തിന്റെ ഫോൺ ബിസിയാണ്. പക്ഷേ സൈഫു, 11 മാസത്തെ ശമ്പളം, അത് ഉണ്ണിയുടെ കാര്യത്തിൽ മാത്രമല്ല, മിക്കവാറും ജീവനക്കാരുടെ അവസ്ഥയെല്ലാം ഇങ്ങനെയാണ്. അതിലൊരു ജീവനക്കാരൻ പറയുന്നത് കേട്ടു, ഉണ്ണിയുടെ അതേ അവസ്ഥയിലാണ്. ഒരു കാരണവശാലും അങ്ങനെ ചിന്തിക്കരുത്. ആത്മഹത്യ ഒരു തരത്തിലുള്ള പ്രശ്നത്തിനും പരിഹാരമല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഉണ്ണി പോയതോടുകൂടി ആ പ്രശ്നം അവസാനിച്ചോ? ഇല്ലല്ലോ. ആ കുടുംബം ഇപ്പോഴും അവിടെ ബാക്കിയാണ്. ആ പെൺകുട്ടിയുടെ വിവാഹം ഇപ്പോഴും നടക്കാൻ വേണ്ടി അത് നിൽക്കുന്നു. അപ്പോൾ ആ പ്രശ്നമൊന്നും പരിഹരിക്കുന്നില്ല. ഉണ്ണി പോകുന്നതോടുകൂടി ആ ദുഃഖം കൂടി ആ കുടുംബത്തിന് കൂടുകയല്ലേ ചെയ്യുക. അപ്പോൾ ആത്മഹത്യ ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല എന്നത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. എത്ര തൊഴിലാളികൾ ഉണ്ടാവും ഏകദേശം സൈഫു ഇവിടെ? എത്ര മാസമായി ഇവർക്ക് ശമ്പളം കിട്ടുന്നില്ല എന്നാണ് ഇവരുടെ പരാതി? എത്ര തൊഴിലാളികളുണ്ട് ഈ ട്രാക്കോ? ഇവിടെ ഇപ്പം നിലവിൽ ഞങ്ങൾ 3 യൂണിറ്റിലും കൂടിയിട്ട് 500ഓളം തൊഴിലാളികളുണ്ടായിരുന്നു. ഇരുമനത്തും പിണറായിലും തിരുവല്ലയും കൂടി 500ഓളം തൊഴിലാളികളുണ്ടായിരുന്നു. ഇപ്പോൾ പല ആളുകളും ഇപ്പോൾ കമ്പനിയിൽ വരുന്നില്ല. കാരണം വന്ന സാലറി ഇല്ലാതെ ആർക്കും വരാൻ പറ്റില്ല. കാരണം കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിൽ നിന്ന് വരേണ്ട ആളുകളാണ്. ആ വരുന്ന ആളുകൾക്ക് ട്രെയിനിൽ വരാനോ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭക്ഷണം കഴിക്കാനോ ഒരു സാമ്പത്തിക പ്രയാസം. നിങ്ങൾക്ക് CFO ഉണ്ടോ? ഇപ്പോൾ CFO രാജിവെച്ച് പോയി. ഈ 2 ദിവസം മുമ്പ് എന്താണ് കാരണങ്ങൾ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ആള് രാജിവെച്ച് പോയി എന്നാണ് ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഞങ്ങൾ അറിഞ്ഞത്. ഇവരുടെ മരണമായി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബന്ധപ്പെടുമ്പോഴാണ് അറിയുന്നത് CFO രാജിവെച്ച് പോയി എന്ന് പറയുന്നത്. വരുന്നവരും നിൽക്കുന്നില്ല. എന്താ ജീവിത അവസ്ഥ എങ്ങനെയാണ് മുന്നോട്ട്? വളരെ കഷ്ടത്തിലാണ്. ഇവിടെ വരുന്നതിൽ ഭൂരിഭാഗം പേരും അവരുടെ സ്വന്തം ആ വീട്ടിൽ അവർക്ക് മാത്രമായിരിക്കും ജോലി ഉണ്ടായിരിക്കുക. ആ രീതിയിൽ ജീവിതം മുന്നോട്ട് പോകാൻ കഴിഞ്ഞ മാസം ഇവിടെ വരുന്നെങ്കിൽ ബസ് ചാർജ് വേണം, ഭക്ഷണത്തിനുള്ള ക്യാൻറ്റീൻ ഇല്ല, അതിനുള്ള പൈസ വേണ്ടി വരും. ഇതെല്ലാം കഴിഞ്ഞ മാസം എന്തെങ്കിലും കിട്ടിയിരുന്നോ പണമായിട്ട്? അല്ല, കഴിഞ്ഞ മാസത്തില്ല, കഴിഞ്ഞ വർഷത്തെ നവംബർ മാസത്തെ സാലറിയാണ്. ഇതിലെ പകുതിയാണ് ഇപ്പോൾ കഴിഞ്ഞ ഏറ്റവും അവസാനം തന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2023 നവംബറിലെ ശമ്പളമാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. പൈസയാണ് അതിന്റെ പകുതി ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 11 മാസത്തിൽ കൂടുതൽ ഇപ്പോൾ പെൻഡിങ് ആണ്. അപ്പോൾ 11 മാസം, ഒരു മാസം പോലും കിട്ടാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴത്തെ ഇതനുസരിച്ച്. അപ്പോൾ 11 മാസത്തെ ശമ്പളം കിട്ടാതെ ജീവിക്കുന്ന ഒരു കുടുംബത്തിന്റെ വിശദമായി പഠിക്കണം. ട്രാക്കോ പോലെയുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് സംഭവിച്ച ഒരു അപജയം, അതിൽ സംഭവിച്ച ഈ ദുരവസ്ഥ, അതിന് കാരണക്കാരാരാണ്? ഇനി അതല്ലെങ്കിൽ തന്നെ സ്ഥാപനമല്ലേ, കോടിക്കണക്കിന് രൂപ വർക്ക് നടക്കുന്ന സ്ഥാപനം. അതെ, അതാണ് ഈ അവസ്ഥയിലെത്തിയത്. സർക്കാരാക്കി തീർത്തതാണ്. അല്ല, തൊഴിലാളികൾ പണിയെടുക്കാനായിട്ടല്ല. തൊഴിലാളികളെല്ലാവരും നല്ല അധ്വാനിക്കുമായിരുന്നു. ഇവിടുത്തെ സർക്കാരും മാനേജ്മെന്റും കൂടി ഇതിനാക്കി തീർത്താണ്. നോക്കൂ, കോടിക്കണക്കിന് രൂപയുടെ കച്ചവടം നടന്നുകൊണ്ടിരുന്ന ശരിയാണ്. ഇനി അത് ഭൂമിയൊക്കെ ഏറ്റെടുത്ത് പോവുക, കൃത്യമായി ഇത് പൂർത്തിയാക്കാതെ നൽകാതിരിക്കുമ്പോൾ കറക്റ്റാണ് സൈഫു. നമുക്കത് ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഒരു ഉദാഹരണമാണ്. എത്രയോ പൊതുമേഖലാ സ്ഥാപനങ്ങളെ നമ്മൾ ലാഭകരമാക്കി. പക്ഷേ നഷ്ടത്തിൽ പോകുന്നൊരു സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ ഇല്ലാതാവുന്നത് ശരിയല്ല. എന്നാലും മിനിസ്റ്റർ പി രാജീവ് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം. ഉണ്ണിയുടെ മരണം ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ല. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ ഒരു തൊഴിലാളി തനിക്ക് 11 മാസമായി ശമ്പളം കിട്ടാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തുവെന്ന വാർത്ത കേരളത്തിനും അത്ര ശുഭകരമായ വാർത്തയല്ല. ആ വേദനയിൽ ആ കുടുംബത്തോടൊപ്പം നമ്മളെല്ലാവരും പങ്കുചേരുകയാണ്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, ആത്മഹത്യ ഒരു പ്രശ്നത്തിനുമുള്ള പരിഹാരമേ അല്ല.